അനുമോദ് കൂടി ചേരുന്നുണ്ട്. അനുമോദ്, നമ്മൾ ഞാനും കിരണും പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ക്രിസ്ത്യൻ വോട്ടുകളുടെ ഒരു ഏകീകരണം, ന്യൂനപക്ഷ വോട്ടുകൾ BJP-നെ കടുപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ പ്രത്യേകത അതിപ്പോൾ പല മണ്ഡലങ്ങളിൽ സംഭവിക്കുന്നു. തൃശ്ശൂരിൽ പ്രത്യേകിച്ച്, തൃശ്ശൂരിൽ ഞാനത് പറയുകയായിരുന്നു, ഒരു പക്ഷേ ആ പരീക്ഷണത്തിന്റെ ഒരു പരീക്ഷണശാല കൂടിയാണ് തൃശ്ശൂർ. അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് സുരേഷ് ഗോപിയുടെ വിജയത്തിൽ വളരെ നിർണായകമാകും. തീർച്ചയായും നമുക്കറിയാം ഈ ഒരു ന്യൂനപക്ഷ വോട്ടുകളുടെ ധ്രുവീകരണം കഴിഞ്ഞ മാസങ്ങളിൽ നമ്മൾ ഏറ്റവും അധികം ചർച്ച ചെയ്തൊരു വിഷയമാണ്. നരേന്ദ്രമോദി എന്തുകൊണ്ട് തൃശ്ശൂരിൽ വന്നു, തൃശ്ശൂരിൽ 2 തവണ വന്നു, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, അതിനു മുൻപ് അദ്ദേഹവുമായി ക്രിസ്തീയ നേതൃത്വം നടത്തിയ കൂടിക്കാഴ്ചകൾ, ഇതൊക്കെ തന്നെ വലിയ തോതിൽ ഇവിടെ ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. തൃശ്ശൂരിൽ ക്രിസ്തീയ വിഭാഗത്തിന്റെ പിന്തുണയില്ലാതെ ആർക്കും ജയിക്കാനാകില്ല എന്നുള്ളതാണ് വാസ്തവം. കാലങ്ങളായി നമുക്കറിയാം എന്ന് മത നേതൃത്വം അല്ലെങ്കിൽ അവർക്ക് എതിരഭിപ്രായം ഉണ്ടായിട്ടുണ്ടോ അവർ ഇവിടെ ജയിച്ചിട്ടില്ല. നമ്മൾ PC ചാക്കോയുടെ ഉദാഹരണം 2014 കണ്ടതാണ്. അതിനു മുൻപെല്ലാം PC ചാക്കോ വളരെ കൃത്യമായി വിജയിച്ചു പോന്നിരുന്നു. പക്ഷേ ആ സഭ അദ്ദേഹത്തിന്റെ കൂടെ ഇല്ല എന്ന് ബോധ്യപ്പെട്ട സമയത്ത് അദ്ദേഹം ഇവിടുന്ന് മാറുകയാണ് ചെയ്തത്. അദ്ദേഹം നേരെ ചാലക്കുടിയിലേക്ക് പോവുകയും ധനപാലൻ ഇവിടേക്ക് വരികയും രണ്ടുപേരും തോറ്റു. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് കൃത്യമായി നമുക്ക് സഭാ നേതൃത്വമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നപ്പോൾ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ സഭയ്ക്ക് തൃപ്തി പോരാ എന്നൊരു വ്യക്തമായ അഭിപ്രായം സഭയ്ക്കുണ്ടായിരുന്നു. അത് ആ വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുകയും ചെയ്തു. അതായത് സഭയുടെ വോട്ട് മുഴുവൻ ഇടതുപക്ഷത്തിന് കിട്ടിയെന്നല്ല, സ്വാഭാവികമായിട്ടും വലതുപക്ഷത്തിന് ലഭിക്കേണ്ട വോട്ടുകൾ കിട്ടിയില്ല എന്നുള്ളതാണ് അവിടെ പ്രധാനമാകുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം വ്യത്യസ്തമാണ്. ഇപ്പോൾ സുരേഷ് ഗോപിക്ക് എതിരെ ഉയർന്ന വലിയ ഒരു അലിഗേഷൻ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസം കണ്ടതാണ്. അദ്ദേഹത്തിന്റെ സ്വർണ്ണ കിരീടത്തെ കുറിച്ചാണ്. ആ വിവാദം ഇപ്പോൾ എന്തായി തണുത്തു? ആ വിവാദം തണുത്തു. ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ കണ്ടൊരു കാര്യം, അത് കൊണ്ടുപോയി പരിശോധിച്ചപ്പോൾ അത് സ്വർണ്ണമാണെന്ന് കണ്ടെത്തുകയും ഇനി അത് പറയേണ്ട ആവശ്യമില്ല എന്ന് ചിലരൊക്കെ തീരുമാനിച്ചു. നമുക്കറിയില്ല, സുരേഷ് ഗോപി അത് എന്റെ വ്യക്തിപരമായ ഒരു കാര്യമാണ്, ഞാൻ അതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള സ്വീകരിച്ചത്. ഇവിടെ ഇത്തരത്തിൽ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രചരണ രംഗത്തേക്ക് കൊണ്ടുവരുന്നത് ഒരിക്കലും ഒരു രാഷ്ട്രീയ പ്രചരണത്തിന് യോജിക്കുന്ന കാര്യമല്ല എന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ തൃശ്ശൂരിൽ കേന്ദ്രീകരിച്ച് പറയുകയാണെങ്കിൽ ഈ ക്രിസ്തീയ സഭയെ സ്വാധീനിക്കുവാനും അവരുടെ വോട്ട് ബാങ്ക് എന്നത് ഉറപ്പാക്കുവാനുമുള്ള ശ്രമങ്ങൾ എല്ലാ കക്ഷികളും കൃത്യമായി നടത്തുന്നുണ്ട്. ഇതിൽ ആർക്കായിരിക്കും ഇവരുടെ ഒരു പിന്തുണ, സഭ പിന്തുണച്ചാലും ഇല്ലെങ്കിലും ഈ വിഭാഗത്തിലുള്ളവർ അവരെ പരിഗണിക്കുന്നുണ്ട്, അവരുടെ ആവലാതി കേൾക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വലിയൊരു ഘടകമായിട്ട് തന്നെ കണക്കിലെടുക്കുന്നതാണ്. നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് UDF-ന് പരാജയമുണ്ടായി എന്നതിന്റെ വലിയൊരു ചോദ്യം, വലിയ ചർച്ചകൾ രഞ്ജിത്ത് തന്നെ ഒരുപാട് നടത്തിയിട്ടുണ്ട്. മധ്യ കേരളത്തിൽ ഈ ഒരു സഭ അല്ലെങ്കിൽ ക്രിസ്തീയ വിഭാഗത്തിന്റെ വോട്ട് ബാങ്ക് UDF-ന് അനുകൂലമല്ലാതെ നിന്നു എന്ന് നമുക്കറിയാം. അത് വലിയൊരു ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയത്. അതിലേക്ക് നയിച്ച കാരണങ്ങൾ നമുക്കറിയാം. മലപ്പുറത്ത് നിന്നുള്ള മുസ്ലിം ലീഗിന്റെ ചില നേതാക്കളുടെ പ്രസ്താവനയും ഇടപെടലൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ പരസ്പരം ബന്ധിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, ഒന്നും ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ പ്രത്യേകിച്ച് സഭയുടെ മൗന പിന്തുണ പോലും, മൗനാനുവാദം പോലും ഇവിടെ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും. ഇപ്പോൾ സുരേഷ് ഗോപി ആവട്ടെ, സുനിൽകുമാർ ആവട്ടെ, കെ മുരളീധരൻ ആവട്ടെ, അവരെല്ലാം തന്നെ സഭയുടെ പിന്തുണ ലഭിക്കുവാൻ വേണ്ട എല്ലാ പ്രയത്നങ്ങളും. മുരളീധരനോട് രാവിലെ അനുഭവം സംസാരിച്ചിരുന്നല്ലോ, അദ്ദേഹം ഈ കാര്യത്തിൽ എന്തെങ്കിലും അഭിപ്രായം പ്രകടിപ്പിക്കുകയുണ്ടായോ? ഇന്ന് ഈ പ്രത്യേക ദിവസം കൂടെ ആയതുകൊണ്ടാണ് ചോദിക്കുന്നത്. അദ്ദേഹം ഇന്ന് പക്ഷെ പള്ളികളിലേക്കല്ല പോകുന്നത്. അദ്ദേഹം പുതുക്കാട് പഞ്ചായത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രചരണം. അളഗപ്പ നഗറിലാണ് അദ്ദേഹം ആദ്യം പോകുന്നത്, അതിനുശേഷം മരുന്നരപ്പള്ളിയിലേക്ക് പോകുന്നു. അദ്ദേഹം സഭകളും അല്ലെങ്കിൽ ദേവാലയം കേന്ദ്രീകരിച്ചല്ല അദ്ദേഹത്തിന്റെ പ്രചരണം. ഒരുപക്ഷെ പള്ളിയിലേക്ക് പോകുന്നുണ്ടായിരിക്കും, പക്ഷേ കേന്ദ്രീകരണം പള്ളികൾ കേന്ദ്രീകരിച്ചല്ല അദ്ദേഹത്തിന്റെ ഇന്നത്തെ രാവിലത്തെ പ്രചരണം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് വളരെ വ്യക്തമായി രാഷ്ട്രീയമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്, സഭ നേതൃത്വമല്ല, സ്ഥാനാർത്ഥികളല്ല. അവർ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയമാണ് ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രസക്തമാവുന്ന കാര്യം. ഇടതുപക്ഷത്തിനെതിരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്താവനകൾ തന്നെയാണ് കെ മുരളീധരന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. കേന്ദ്രത്തിനെതിരായിട്ടുള്ള നടപടിയിലുള്ള രാഷ്ട്രീയ പ്രസ്താവന. അപ്പോൾ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ അത് ഒരു വ്യക്തിക്ക് കേന്ദ്രീകരിച്ച് വോട്ടുകൾ കിട്ടുന്ന സാഹചര്യം ഉണ്ടാക്കില്ല എന്നാണ് കെ മുരളീധരന്റെ ഒരു അഭിപ്രായമുള്ളത്. പക്ഷേ തൃശ്ശൂരിൽ അത് അങ്ങനെ ആകുമെന്ന് നമുക്ക് ഒരിക്കലും പറയാനാകില്ല. ഇവിടെ BJP-യേക്കാൾ കൂടുതൽ ജനകീയത സുരേഷ് ഗോപിക്കുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്, ഒരു വാസ്തവമാണ്. അതായത് BJP അല്ല, ഇവിടെ സുരേഷ് ഗോപി BJP നയിക്കുകയാണ്. മറ്റിടങ്ങളിൽ അങ്ങനെയല്ല സാഹചര്യങ്ങൾ. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയം ചർച്ച ചെയ്താൽ പോലും വ്യക്തിപരമായ മികവുകൾ, വ്യക്തിപരമായ അഭിപ്രായങ്ങൾ, വ്യക്തിപരമായ
അടയാളപ്പെടുത്തുകളൊക്കെ തൃശ്ശൂരിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതാണ് ഈ പറഞ്ഞതുപോലെ വ്യക്തി കേന്ദ്രീകൃതമല്ല, രാഷ്ട്രീയം വളരെ കൃത്യമായി ചർച്ച ചെയ്യുമെന്ന് പറയുമ്പോൾ പോലും അനുബോധ് പറഞ്ഞതുപോലെ സുരേഷ് ഗോപി എന്ന വ്യക്തിയെ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇവിടുത്തെ ബിജെപിയുടെ പ്രവർത്തനം എന്നുള്ളതാണ്. കാരണം നരേന്ദ്രമോദി ഇവിടെ 2 വട്ടം വന്ന് മടങ്ങുക എന്ന് പറയുന്നത് വളരെ കൃത്യമായി സുരേഷ് ഗോപിയുടെ പ്ലേസ് ചെയ്ത് എന്റെ സ്ഥാനാർത്ഥിയാണ്, എന്റെ വോട്ട് ഈ ചെയ്യുന്ന ഓരോ വോട്ടും എനിക്കുള്ളതാണ് എന്ന് മോദി ഇവിടുത്തെ വോട്ടർമാരോട് പറയാതെ പറഞ്ഞു പോയത് നമ്മൾ കണ്ടതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് എങ്ങനെ ഇവിടെ നമുക്കറിയാം 2,93,000 വോട്ട് അല്ലെ കഴിഞ്ഞ തവണ, 2,93,000 വോട്ട് കഴിഞ്ഞ തവണ അതിന് മുൻപുള്ള സ്ഥാനാർത്ഥിയേക്കാൾ ഏതാണ്ട് ഇരട്ടിയിലധികം വോട്ടുകൾ നേടിയാണ് സുരേഷ് ഗോപി ഇവിടെ തന്റെ മികവ് കഴിഞ്ഞ തവണ കാട്ടിയത്. 28% വോട്ടുകൾ അദ്ദേഹം കഴിഞ്ഞ തവണ ഇവിടെ നേടി. അതിന് മുകളിലേക്ക് പോകണം, അത് വിജയത്തിലേക്ക് എത്തിക്കണം. നമ്മള് ഈ തുടർച്ചയായി നമ്മുടെ ലൈവുകളിൽ പറയുന്നത് പോലെ ഇത്തവണ BJP വോട്ടെണ്ണം കൂട്ടുകയല്ല കേരളത്തിൽ ലക്ഷ്യം. തൃശ്ശൂരിൽ അവർ ഒരുപാട് പ്രതീക്ഷിക്കുന്നു. അതെങ്ങനെയാകുമെന്നത് കാത്തിരുന്ന് കാണണം. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം.